നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 മെട്രിസസ് തന്നാൽ എങ്ങനെ അത് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, പിന്നെ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ഇതൊക്കെ പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. സോ ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ദ ടോപ്പിക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മീര ആൻഡ് നജീം, 2 ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, മീരയും നജീമും. Meera wants to buy 2 pens and 5 storybooks, while Najeem needs 8 pens and 10 storybooks. അപ്പോൾ മീരയ്ക്ക് 2 പെന്നും 5 സ്റ്റോറി ബുക്സും വാങ്ങണം. അതേപോലെ നദീമിന് 8 പെൻസും 10 സ്റ്റോറി ബുക്സുമാണ് വാങ്ങേണ്ടത്. അവർ ഷോപ്പിൽ പോയി അതിൻ്റെ റേറ്റ് തിരക്കിയപ്പോൾ പെന്നിൻ്റെ വില 5 രൂപയാണെന്ന് മനസ്സിലായി. ആൻഡ് ഫോർ സ്റ്റോറി ബുക്ക് ഇറ്റ് ഈസ് 50 rupees. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവർക്ക് എത്ര രൂപയാകും? അവരുടെ നീഡ് ഇത്രയുമാണ്. ഓരോ ഐറ്റത്തിൻ്റെ റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ നോർമലി നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ 2 പേന വാങ്ങിക്കണം, 2 പെൻ വാങ്ങിക്കണം. ആൻഡ് ഒരു പെന്നിന് 5 രൂപ വെച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 into 5 ചെയ്യും, നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നീഡ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ബട്ട് നമുക്കിവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം മീരയ്ക്ക് എന്താണ് വേണ്ടത്? ഷീ വാണ്ട്സ് ടു ബൈ 2 pens ആൻഡ് 5 സ്റ്റോറി ബുക്സ്. അപ്പോൾ മീരയ്ക്ക് വേണ്ട ആ റിക്വയർമെൻറ്റ് അത് ഒരു റോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആൻഡ് നദീമിന് വേണ്ട കാര്യങ്ങൾ സെക്കൻഡ് റോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയും, ഞാനിവിടെ ഈ ബ്ലൂ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്താണ്? 2ഉം 8ഉം, അതായത് പെന്നിൻ്റെ എത്ര പെൻസ് വേണം, 2 പേർക്കും എത്ര പെൻസ് വേണം എന്നുള്ളൊരു ഡേറ്റയാണ്. അതുപോലെ ഈ റോസ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് സ്റ്റോറി ബുക്സ് എത്രണ്ണം വേണം 2 പേർക്കും എന്നുള്ളതിൻ്റെ ഡേറ്റയാണ്. അപ്പോൾ ഇതാണ് അവർക്ക് 2 പേർക്കും വേണ്ട കാര്യങ്ങളുടെ ആ റിക്വയർമെൻറ്റ്സിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പെന്നിന് 5 രൂപയാണ്. സോ അടുത്ത മെട്രിക്സ് അതൊരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഫസ്റ്റ് പെന്നിൻ്റെ വില കൊടുക്കും, ദെൻ സെക്കൻഡ് സ്റ്റോറി ബുക്കിൻ്റെ റേറ്റ് കൊടുക്കും. ഇനി ഇത് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2 പെൻ 5 രൂപയ്ക്ക്. അപ്പോൾ 2 പെന്നിൻ്റെ ടോട്ടൽ റേറ്റ് എത്രയായിരിക്കും വരിക? 5 into 2 എന്ന് വരും. ഓക്കെ, ഇനി 5 സ്റ്റോറി ബുക്കിന് ആണ് വാങ്ങിക്കേണ്ടത്. ഒരു സ്റ്റോറി ബുക്കിന് 50 രൂപയാണെങ്കിൽ നമ്മൾ എത്രയായിരിക്കും ചെയ്യുക? 5 into 50 എന്ന് ചെയ്യും. അതാണ് ഇതായി എഴുതിയിരിക്കുന്നത്, 5 into 50. എന്നിട്ട് ടോട്ടൽ മീരയ്ക്ക് വേണ്ടത് എത്രയായിരിക്കും വരിക? ആ 2 എമൗണ്ട്സും തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മീരയ്ക്ക് വേണ്ട ആ എമൗണ്ട് നമുക്ക് കിട്ടും. 5 into 2 plus 50 into 5 equal to 260 എന്ന് കിട്ടും. സിമിലർലി നദീമിൻ്റെ എന്താ വരിക? ഹി നീഡ്സ് 8 pens. അപ്പോൾ ഒരു പെന്നിന് 5 രൂപയാണെങ്കിൽ 8 into 5 എന്ന് വരും. പ്ലസ് 10 സ്റ്റോറി ബുക്സ് വേണം. ഒരു സ്റ്റോറി ബുക്കിന് 50 രൂപയാണെങ്കിൽ 10 into 50. ഇനി ഈ 2 ഡേറ്റയും കൂടെ നമ്മൾ കൂട്ടും. ഇത്രയും എമൗണ്ടാണ്, അതായത് 540 rupees ആർക്ക് വേണ്ടത്? നദീമിന് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഈ ഡേറ്റ നമുക്കിപ്പോൾ കിട്ടിയ ഈ 2 വാല്യൂസ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫോർ ദിസ് വി യൂസ് വിച്ച് ഓപ്പറേഷൻ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന ആ ഓപ്പറേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇതാണല്ലോ ഇതിൻ്റെ ഫസ്റ്റ് റോ, 2ഉം 5ഉം. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോയെ ഈ ഫസ്റ്റ് കോളം വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. 2 into 5 ആദ്യം ചെയ്യും. 2 into 5 പ്ലസ് വാട്ട്? 5 into 50. കണ്ടോ? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവുമാണ്. അപ്പോൾ നമുക്ക് ഏത് എലമെൻറ്റ് കിട്ടും? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ചെയ്യുമ്പോൾ നമുക്ക് A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. ഇതാണ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് A11. അതായത് 5 into 2 പ്ലസ് 5 into 50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 260 ആണ്. അത് നമ്മൾ ആ A11 എന്ന് പറയുന്ന എലമെൻ്റായിട്ട് എഴുതും.
ഇനി നെക്സ്റ്റ് വി വിൽ മൾട്ടിപ്ലൈ ദി സെക്കൻഡ് റോ വിത്ത് ദ ഫസ്റ്റ് കോളം. അപ്പോൾ എന്തായിരിക്കും വരിക? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? 8. ഇനി നമ്മൾ അടുത്ത ഈ മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? 5. അപ്പോൾ ആ രണ്ട് ഫസ്റ്റ് എലമെൻറ്റ്സും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. 8 ഇൻറ്റു 5. 8 ഇൻറ്റു 5. ഇനി പ്ലസ് എന്താണ്? അടുത്ത ആൾ 10 ഇൻറ്റു 50. കണ്ടോ? 8 ഇൻറ്റു 5 പ്ലസ് 10 ഇൻറ്റു 50 ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത ആ എലമെൻറ്റ് കിട്ടുക. ആ എലമെൻറ്റ് എങ്ങനെയായിരിക്കും? അത് ഏത് എലമെൻ്റ് ആയിട്ടായിരിക്കും വരുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും? വി ചൂസ് ദ സെക്കൻഡ് റോ അല്ലേ? സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും അല്ലേ? അപ്പോൾ എപ്പോഴും റോ നമ്പറാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും A21 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് കിട്ടും. A21 എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും വരിക? ഇവിടെയല്ലേ വരുന്നത്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്? 540 എന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ഓരോന്നും എടുത്ത് കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. വിത്തൗട്ട് യൂസിങ് ദ നോർമൽ ഓപ്പറേഷൻ നമ്മൾ എന്തെടുത്തു? മെട്രിക്സസ് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷനാണ് അല്ലേ മെട്രിക്സിൻ്റെ. മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ആ വേണ്ട കാര്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് 5 എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? പെന്നിൻ്റെ വിലയാണ് അല്ലേ? അപ്പോൾ എത്ര രൂപ വേണം ടോട്ടൽ? അവർക്ക് രണ്ടുപേർക്കും വേണ്ട പെൻസിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര വേണം? 260 രൂപയാവും. അതുപോലെ തന്നെ സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സ്റ്റോറി ബുക്കിൻ്റെ ഡേറ്റയാണ്. അപ്പോൾ ടോട്ടൽ ആ സ്റ്റോറി ബുക്സിന് എത്ര രൂപ വേണം? രണ്ടുപേർക്കും കൂടെ ഉള്ളത് 560 രൂപ വേണം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ സെയിം മീരയുടെയും നദീമിൻ്റെയും ഡേറ്റ വേറൊരു ഷോപ്പിൽ പോയിട്ട് അവർ ചോദിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സാമ്പിളിൽ പെന്നിന് 5 രൂപയായിരുന്നു, സ്റ്റോറി ബുക്കിന് 50 രൂപയായിരുന്നു. അടുത്ത ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ പെന്നിന് 4 rupees ആൻഡ് ഫോർ സ്റ്റോറി ബുക്ക് ഇറ്റ് ഇസ് 40. അപ്പോൾ നമുക്ക് എന്തുമാത്രം ചേഞ്ച് ചെയ്താൽ മതി? നമ്മുടെ ആ പ്രൈസിൻ്റെ മെട്രിക്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ ഈ 5ന് പകരം നമ്മൾ 4 എഴുതും, 50ക്ക് പകരം നമ്മൾ 40 എഴുതും. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താണോ ഓപ്പറേഷൻസ് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താ വരിക. ഇതൊക്കെ കണ്ടോ? ഈ പ്രൈസിൻ്റെ മെട്രിക്സിന് മാത്രം ചേഞ്ച് വരും. സോ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് റോയും ആ ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 ഇൻറ്റു ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 4 പ്ലസ് വാട്ട്? 5 ഇൻറ്റു 40. ഇത് കണ്ടോ? 2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 40. തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 208 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതായത് എന്താ? ഒരു പെന്നിന് രണ്ടുപേർക്കും വേണ്ട പെൻസിന് എത്ര എമൗണ്ട് ടോട്ടലായിട്ട് വേണം? 208 എമൗണ്ട് വേണം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത റോ നമുക്ക് ചൂസ് ചെയ്യാം. ദറ്റ് സെക്കൻഡ് റോ ഇൻറ്റു ദറ്റ് കോളം. അപ്പോൾ എന്താ വരിക? 8 ഇൻറ്റു 4 പ്ലസ് 10 ഇൻറ്റു 40. അതാണ് എഴുതിയിരിക്കുന്നത്. 8 ഇൻറ്റു 4 പ്ലസ് 10 ഇൻറ്റു 40 വിച്ച് ഇസ് ഈക്വൽ ടു 432 എന്ന് പറയുന്നൊരു മെട്രിക്സ് വരും. ഇതേപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത ആ ഓപ്പറേഷൻ എന്ന് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 matrices A and B, the number of for multiplication of 2 matrices A and B, the number of columns of A should be equal to the number of rows in B. അതായത് രണ്ട് മെട്രിക്സസ്, സപ്പോസ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആൻഡ് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ. അതായത് ആ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഇൻ ബി. ബി എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണമെന്ന്. ഈ കാര്യം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രണ്ട് മെട്രിസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിളിൽ നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെന്ന് കരുതുക. അതിൻ്റെ ഓർഡർ നമുക്കൊന്ന് എഴുതാം. 2 റോസും 2 കോളവും ആണല്ലേ ഉള്ളത്. സോ ഇറ്റ് ഇസ് 2/2. ഇനി അടുത്ത മെട്രിക്സ് ദിസ് ഇസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട് ആൻഡ് 1
കോളം. നിങ്ങൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം, അതായത് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പാർട്ട്, അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണല്ലോ, അത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടൻറ്റ് മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡർ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോ ബൈ സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം ആയിരിക്കും കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. അതായത് ഇത് ഇവിടെ കിടക്കുന്ന ആദ്യത്തെ ആൾ, അതായത് 2/, ഇവിടെ കിടക്കുന്ന രണ്ടാമത്തെ ആൾ 2/1 ആയിരിക്കും ഈ മെട്രിക്സിൻ്റെ ഓർഡർ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2/1 ആണല്ലോ. ഇവിടെ എത്ര റോ ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 റോ ഉണ്ട്, കറക്റ്റാണ്. ബൈ ഒരു കോളമുണ്ട്. അപ്പോൾ 2/1 ആയിരിക്കും ആ റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. സോ എന്താണ് പറഞ്ഞതിപ്പോൾ, രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ രണ്ടാമത് കിടക്കുന്ന ആൾ, അതായത് നമ്പർ ഓഫ് കോളം, ആൻഡ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ആദ്യം കിടക്കുന്ന ആൾ, അതായത് നമ്പർ ഓഫ് റോ, ഇവന്മാർ രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോ ബൈ സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം ആയിരിക്കും. അതായത് ഈ കേസിൽ ഇറ്റ് ഈസ് 2/1. അതാണ് നമ്മുടെ ഈ മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ എക്സാമ്പിളിൽ ഇതുപോലെ തന്നെ ഞാൻ ഈ ഫസ്റ്റ് മെട്രിക്സ് ലെറ്റ് ഇറ്റ് ബി എ, ഇവിടെ എന്താണ് അതിൻ്റെ ഓർഡർ? 2/2 ആണ്. സിമിലർലി ഈ മെട്രിക്സ് എന്താണ്? ലെറ്റ് ഇറ്റ് ബി ബി, ഇതിൻ്റെ ഓർഡറും 2/2 ആണ്. സിൻസ് ബോത്ത് ദീസ് മെട്രിക്സസ് ഹാവ് 2 rows and 2 columns, അതുകൊണ്ടാണ് ഓർഡർ 2/2 വന്നത്. നോക്ക്, ഈ മെട്രിക്സിൻ്റെ രണ്ടാമത് കിടക്കുന്ന ആൾ, അതായത് കോളം നമ്പർ. ഇനി സെക്കൻഡ് മെട്രിക്സിൻ്റെ ആദ്യം കിടക്കുന്ന ആൾ, അതായത് റോ നമ്പർ. ബോത്ത് ആർ ഈക്വൽ, റൈറ്റ്? കണ്ടോ, രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മളിതാ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഒരു റിസൾട്ടൻറ്റ് മെട്രിക്സ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, 2/2 അതായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് വരിക. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 റോ ഉണ്ട്, 2 കോളവുമുണ്ട്. സോ ദിസ് റിസൾട്ടൻറ്റ് മെട്രിക്സ് ഇസ് ഓഫ് ഓർഡർ 2/2. ഈ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ദ പ്രോഡക്റ്റ് ഓഫ് 2 മെട്രിസസ് എ ആൻഡ് ബി ഇസ് ഡിഫൈൻഡ്. കണ്ടോ, രണ്ട് മെട്രിസസിൻ്റെ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇഫ് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ബി. ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം നമ്പറും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ നമ്പറും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആകുകയുള്ളൂ. യെസ്, അപ്പോൾ അത് ജനറലി അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. അതിൻ്റെ ഓർഡർ m/n ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n/p ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ, അതായത് ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം നമ്പറും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ നമ്പറും ഈക്വൽ അല്ലേ? ബോത്ത് ആർ n ആണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രോഡക്റ്റ് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ മെട്രിക്സിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഇവിടുത്തെ മെട്രിക്സിൻ്റെ ആദ്യത്തെ ആൾ ബൈ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ ആൾ, അതായത് m/p ആയിരിക്കും. അതാണ് ഇതായി എഴുതിയിരിക്കുക. ദ റിസൾട്ടൻറ്റ് മെട്രിക്സ് സി എന്ന് വിളിച്ചാൽ അതിൻ്റെ ഓർഡർ m/p ആയിരിക്കും. സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെട്രിക്സ് സി എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഡി എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഓർഡർ എന്താണെന്ന്. അപ്പോൾ സിയുടെ ഓർഡർ എന്താണ്? അതിന് 2 റോയും 3 കോളവും ആണല്ലേ ഉള്ളത്. അപ്പോൾ 2/3 ഈസ് ദ ഓർഡർ ഓഫ് സി. ആൻഡ് ഡിയുടെ ഓർഡർ എന്താണ്? 3/2 ആണ്. അപ്പോൾ
ഇവരെ രണ്ടുപേരുടെയും ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പേര്, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം നമ്പറും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ നമ്പറും ഈക്വൽ അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ഡിഫൈൻഡ് ആകും? CD ഡിഫൈൻഡ് ആകും. അതായത് ഇവരുടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റായ CD ഡിഫൈൻഡ് ആകും. ആൻഡ് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? അതിൻ്റെ ഓർഡർ ഇറ്റ് വിൽ ബി 2/2 ആയിരിക്കും. നമുക്ക് നോക്കാം. ഇതാ നമുക്ക് CD അതിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. ഈ മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുക, ആൻഡ് D എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് റോ ഇൻറ്റു ദാറ്റ് ഫസ്റ്റ് കോളം അല്ലേ? 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. നമുക്ക് 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. അത് ചെയ്യുമ്പോൾ ഏത് എലമെൻറ്റ് കിട്ടും? A11. കാര്യം എന്താണ്? നമ്മൾ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ വി വിൽ ഗെറ്റ് വിച്ച് എലമെൻറ്റ്? A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. അതാണ് ദാ ഇവിടെ എഴുതിയിരിക്കുക. ദിസ് ഇസ് A11. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വന്നപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 13 എന്ന് കിട്ടി. അത് നമ്മളവിടെ എഴുതി. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ നമ്മൾ ചെയ്തത്? ഇനി ഫസ്റ്റ് റോ ഇൻറ്റു അടുത്ത കോളം ചൂസ് ചെയ്യുക. എത്ര കോളം ഉണ്ടോ അതെല്ലാം ചൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ചൂസ് ദ സെക്കൻഡ് കോളം. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ദറ്റ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്തായിരിക്കും വരുന്നത്? 1 × 7 പ്ലസ് -1 × 1 പ്ലസ് 2 × -4. 1 × 7 പ്ലസ് -1 × 1 പ്ലസ് 2 × -4. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവുമാണ്. സോ വിൽ ഗെറ്റ് വിച്ച് എലമെൻറ്റ്? A12. കാര്യം എന്താ? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ആയതുകൊണ്ട് A12 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് റോയിലെ അതായത് A11 കിട്ടി, അതുപോലെ തന്നെ A12 കിട്ടി. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഏത് എലമെൻ്റാണ്? ഇറ്റ് ഈസ് A21 അല്ലേ? A21 ആണ്. അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, ദാറ്റ് ഇസ് A21. അപ്പോൾ A21 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഇസ് സെക്കൻഡ് റോ? ഇതാണ് സെക്കൻഡ് റോ. അതും ഫസ്റ്റ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് വിച്ച് എലമെൻറ്റ്? ഈ എലമെൻറ്റ് കിട്ടും. വേറെ ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് കോളം ചൂസ് ചെയ്തു, അതായിരുന്നു നേരത്തെ ചെയ്ത ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് വേറൊരു കോളം അവിടെ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫസ്റ്റ് റോ വെച്ചുള്ള എല്ലാ കേസും കഴിഞ്ഞു. ദെൻ വി വിൽ മൂവ് ടു ദ സെക്കൻഡ് റോ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്താ വരിക? ആദ്യത്തെ രണ്ട് എലമെൻറ്റ്സ് 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5. അതാ നമുക്ക് 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5. അത് ചെയ്തപ്പോൾ എന്താ കിട്ടിയ? ഇറ്റ് ഇസ് 17. അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതായത് സെക്കൻഡ് കോളവും സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ എലമെൻറ്റ് A21 ആണ്. അത് നമ്മളിവിടെ എഴുതി. ഇനി അടുത്തത് ഇവിടുത്തെ എലമെൻറ്റാണ് കിട്ടാനുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഏത് എലമെൻറ്റാണ്? A22. അതെങ്ങനെ കിട്ടും? രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് ഇസ് ദ സെക്കൻഡ് റോ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കോളം. അപ്പോൾ എങ്ങനെയാണ് വരിക? 0 × 7 പ്ലസ് 3 × 1 പ്ലസ് 4 × -4. അത് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് -13 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം സി എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിരുന്നു. രണ്ട് D എന്ന് പറയുന്ന മെട്രിക്സ് ആയിരുന്നു. രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ ഇവർ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടിയത് ഒരു 2/2 മെട്രിക്സ് ആണ്. കാര്യം എന്താ? നമുക്ക് ഇവിടെ രണ്ട് റോയും രണ്ട് കോളവും ഉണ്ട്. സോ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്കിനി ഈ എക്സാമ്പിൾ 12 ഒന്ന് നോക്കാം. എങ്ങനെയാണ് മെട്രിക്സ് ഈ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന്. സോ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് AB ഇഫ് A എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, B എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് നോക്കാം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് വി നീഡ് ടു ചെക്ക് വെദർ ദ നമ്പർ ഓഫ്
കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോ ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇറ്റ് ഇസ് 2/2. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/3 ആണ് അല്ലേ? അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതും ഇതും, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം നമ്പറും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ നമ്പറും സെയിം അല്ലേ? സെയിം ആയതുകൊണ്ട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ ഓർഡർ എന്തായിരിക്കും? റിസൾട്ടൻറ്റിൻ്റെ ഓർഡർ 2/3 ആയിരിക്കും. 2/3 ആയിരിക്കും റിസൾട്ടിൻ്റെ ഓർഡർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ നിങ്ങൾ നോക്കിക്കേ, 6 × 2 + 9 × 7. നോക്ക്, 6 × 2 + 9 × 7. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും A11 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. A11 എന്തായിരിക്കും വരുന്നത്? അത് 6 × 2 + 9 × 7 is 12 + 63 ആണ്, which is 75. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം കഴിഞ്ഞു. സോ ഇനി ഫസ്റ്റ് റോ ഇൻറ്റു അടുത്ത കോളം ചൂസ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരിക? 6 × 6 + 9 × 9. നോക്ക്, 6 × 6 + 9 × 9. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും, അതായത് A12 എന്ന് പറയുന്ന എലമെൻറ്റ് അതെവിടെയാണ് വരുന്നത്? ഇവിടെ. ഇനി രണ്ടാമത്തെ കോളം കഴിഞ്ഞു. നെക്സ്റ്റ് വി നീഡ് ടു ചൂസ് വിച്ച് കോളം? ദ തേർഡ് കോളം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം. ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ഏത് എലമെൻറ്റ് കിട്ടും? A13 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. 6 × 0 + 9 × 8. 6 × 0 + 9 × 8. അപ്പോൾ ആ 3 കോളംസും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു കോളം ചൂസ് ചെയ്യാനില്ല മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ആദ്യത്തെ റോയിൽ നിന്ന് രണ്ടാമത്തെ റോയിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ വി വിൽ ഗെറ്റ് A21. A21 കിട്ടാനായിട്ട് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിക്കേ, സെക്കൻഡ് റോ എന്താ? ആൻഡ് ഫസ്റ്റ് കോളം 2 × 2 + 3 × 7. 2 × 2 + 3 × 7. That is 4 + 21, which is 25. ഇനി അടുത്ത കോളത്തിലോട്ട് മൂവ് ചെയ്യാം. 2, 3 എന്ന് പറയുന്ന റോയും 6, 9 എന്ന് പറയുന്ന കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2 × 6 + 3 × 9. 2 × 6 + 3 × 9. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും, അതായത് A22 എന്ന് പറയുന്ന എലമെൻറ്റ് അതെവിടെയാണ് ലൈ ചെയ്യുന്നത്? ഇവിടെ. ഇനി സെക്കൻഡ് റോയും തേർഡ് കോളവും, സെക്കൻഡ് റോയും തേർഡ് കോളവും. സോ വി വിൽ ഗെറ്റ് A23. അപ്പോൾ 2 × 0 + 3 × 8. 2 × 0 + 3 × 8. അതിൻ്റെ വാല്യൂ വരുന്നത് 0 + 24 ആണ്. ഇറ്റ് ഇസ് 24. അപ്പോൾ നമുക്ക് 2 മെട്രിസസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അത് തമ്മിലുള്ള പ്രോഡക്റ്റായ AB കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്ത് വരുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഓർഡർ 2/3 ആയിരിക്കും. അതാ നോക്കിക്കേ, 2 റോയും 3 കോളവുമുള്ള ഒരു മെട്രിക്സ് ആണ് നമുക്ക് റിസൾട്ടൻറ്റ് കിട്ടിയത്. സോ ഇങ്ങനെയാണ് 2 മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് നോക്ക്, ഇഫ് AB ഈസ് ഡിഫൈൻഡ്. ഇപ്പോൾ 2 മെട്രിസസ് തന്ന് A × B നമ്മൾ കണ്ടുപിടിക്കുകയാണ്. AB ഡിഫൈൻ ചെയ്തു എന്ന് കരുതുക. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല AB ഡിഫൈൻ ചെയ്തെങ്കിൽ തിരിച്ച് BA, അതായത് B × A ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നീഡ് നോട്ട് ബി ഡിഫൈൻഡ്. അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ നമുക്ക് AB നമുക്ക് കിട്ടും, പക്ഷേ BA നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഇതാണ്. BA കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ Bയുടെ ഓർഡർ 2/3 അല്ലായിരുന്നോ? Aയുടെ ഓർഡർ എന്താണ്? 2/2 ആണ്. നമുക്കറിയാം 2 മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ ആദ്യത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ ആളും
രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ആദ്യത്തെ ആളും തമ്മിൽ സെയിം ആയിരിക്കണം. അതായത് ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളം നമ്പറും സെക്കൻഡ് മാട്രിക്സിൻ്റെ റോ നമ്പറും സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ സെയിം ആണോ? സെയിം അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഈ ബി എ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് വി ഫൗണ്ട് വിച്ച് മെട്രിക്സ്? എ ബി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ബി നമുക്ക് കിട്ടി എന്ന് കരുതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബി എ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ചെയ്തത്. അവിടെ എ ബി കണ്ടുപിടിച്ചു, പക്ഷേ ബി എ ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്ക് 3 കോളമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ എക്ക് 2 കോളം. ഈ 2 പേരുടെയും ഈ 2 ഡേറ്റയും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ബി എ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ട്. അതാണ് ഇതാ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുക. ഇഫ് ബോത്ത് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ ദെൻ ബോത്ത് എ ബി ആൻഡ് ബി എ ആർ ഡിഫൈൻഡ്. എല്ലാ കേസിലും നമുക്ക് ഇപ്പോൾ എ ബി കണ്ടുപിടിച്ചു എന്ന് കരുതുക, ബട്ട് ബി എ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പർട്ടിക്കുലർ കേസ് പറയുന്നത് ഇതാണ്. എയും ബിയും 2 സ്ക്വയർ മെട്രിസസ് ആണെങ്കിൽ, എന്താണ് സ്ക്വയർ മെട്രിക്സ്? നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് അല്ലേ. എയും ബിയും സ്ക്വയർ മെട്രിക്സസ് ആണെങ്കിൽ ഏത്? സെയിം ഓർഡർ, പല ഓർഡർ ആകാൻ പാടില്ല, സെയിം ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എ ബിയും ബി എയും ഡിഫൈൻഡ് ആയിരിക്കും. എ ബിയും ബിയും ബി എയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. അതായത് ഇഫ് എ ബി ആൻഡ് ബി എ ആർ ബോത്ത് ഡിഫൈൻഡ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു സ്ക്വയർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എ ബിയും ബി എയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അത് 2 ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. പക്ഷേ അത് ഡിഫൈൻ ചെയ്തു എന്ന് കരുതി ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. പക്ഷേ ഒരിക്കലും നമുക്ക് എല്ലാ കേസിലും ഇത് ട്രൂ ആകണം എന്നില്ല. എന്ത് ട്രൂ ആകണമെന്ന്? എ ബി ഈക്വൽ ടു ബി എ ബി ബി എക്ക് തുല്യമാകണമെന്ന് ഇല്ല. എ ബിയും ബി എയും എല്ലാ കേസിലും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് എല്ലാ കേസിലും ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന്. കാര്യം എന്താണ്? എ ബിയും ബി എയും ഡിഫൈൻഡ് ആണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എ ബി ഈക്വൽ ടു ബി എ ആണെന്ന്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ലെറ്റ് us study this example 13. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സി, 2 മെട്രിക്സസ്, ഒരു മെട്രിക്സ് എ ആൻഡ് അനദർ മെട്രിക്സ് ബി തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. ആൻഡ് വി നീഡ് ടു ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഇപ്പം നമ്മൾ പറഞ്ഞ ആ കാര്യം നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. സി, എ എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം നമ്പറും ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോ നമ്പറും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? എ ബി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ബി എയുടെ കേസ് നമുക്ക് നോക്കാം. ബി എയിൽ ബിയുടെ സെക്കൻഡ് ഡേറ്റ, അതായത് ആ കോളം നമ്പറും എയുടെ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എ ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്താ വരുന്നതെന്ന്. ഇറ്റ് ഈസ് ദിസ് മെട്രിക്സ് ഇസ് എ ആൻഡ് ദിസ് മെട്രിക്സ് ഇസ് ബി. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ വരിക? 1 × 2 പ്ലസ് -2 × 4 പ്ലസ് 3 × 2 അല്ലേ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ 1 × 2 is 2, കണ്ടോ? ദെൻ -2 × 4 is -8, ദെൻ 3 × 2 is 6. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും, അതായത് വി വിൽ ഗെറ്റ് വിച്ച് എലമെൻറ്റ്? A12 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ആദ്യത്തെ കോളം കഴിഞ്ഞു, ദെൻ സെക്കൻഡ് കോളം 1 × 3 ഇറ്റ് ഇസ് 3 പ്ലസ് -2 ×
5 is minus 10 plus 3 into 1. The 3 minus 10 plus 3 which is equal to what? 4. അതെങ്ങനെയാണ് കിട്ടിയത്? ആദ്യത്തെ റോയും സെക്കൻഡ് കോളവും കൂടെ, അതായത് A12 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു -4. ഇനി 2 കോളമായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മളിപ്പോൾ സെക്കൻഡ് കോളം വരെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത റോയിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അതായത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് A21 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും, അതായത് ഇത് കിട്ടും. എങ്ങനെയാണ് ചെയ്തത്? -4 ഇൻറ്റു 2 എന്താണ്? -8 പ്ലസ് 2 ഇൻറ്റു 4 ഇസ് 8 പ്ലസ് 5 ഇൻറ്റു 2 ഇസ് വാട്ട്? 10. അപ്പോൾ -8 പ്ലസ് 8 0 വരും. സോ ആൻസർ ഇവിടെ 10 വരും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അപ്പോൾ -4 ഇൻറ്റു 3 which is equal to -12. ഇനി 2 into 5 which is equal to 10. Then 5 into 1 is 5. അപ്പോൾ -12 plus 10 plus 5 is what? 3. ഇനി നമ്മൾ BA കാൽക്കുലേറ്റ് ചെയ്യാം. BA കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം, അത് ഡിഫൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന്. ബിയുടെ ഓർഡർ എന്തായിരുന്നു? 3/2 ആയിരുന്നു. ഇനി എയുടെ ഓർഡർ എന്തായിരുന്നു? 2/3 ആയിരുന്നു. ഇവിടെ ബിയുടെ കോളം നമ്പറും എയുടെ റോ നമ്പറും തമ്മിൽ സെയിം ആണ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദീസ് 2 മെട്രിസസ്. അപ്പോൾ ആദ്യം നമ്മൾ ബി എഴുതുന്നു, രണ്ടാമത് എ എടുത്ത് എഴുതുന്നു. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു -4. അപ്പോൾ എന്ത് വരും? 2 minus 12 which is equal to what? -10. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്തായിരിക്കും വരിക? 2 ഇൻറ്റു -2 പ്ലസ് 3 ഇൻറ്റു 2 which is what? -4 പ്ലസ് 6. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതായത് 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 is 6 പ്ലസ് 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 is 15. അപ്പോൾ 6 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 21 ആണ് വരുന്നത്. അങ്ങനെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്യുമ്പോൾ നമുക്കിതാ ഈ എലമെൻറ്റ് കിട്ടും. ഇനി മൂന്നാമത്തേത് നോക്കിക്കേ, തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 ഇൻറ്റു 1 is 2 പ്ലസ് 1 ഇൻറ്റു -4. അപ്പോൾ 2 - 4 കണ്ടോ? 2 - 4 is -2. ഇനി 2 ഇൻറ്റു -2 -4 പ്ലസ് 1 ഇൻറ്റു 2 2. അപ്പോൾ -4 പ്ലസ് 2 which is what? -2. ഇനി 2 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 5. 2 ഇൻറ്റു 3 is 6 and 1 ഇൻറ്റു 5 is 5. 6 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 11 വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സും എ എന്ന് പറയുന്ന മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഒരു റിസൾട്ടൻറ്റ് മെട്രിക്സ് ഇതാ ഇവിടെ കിട്ടി. അതിൻ്റെ ഓർഡർ എന്തായിരുന്നു? ഇത് 3/3. അതെങ്ങനെയാണ് വന്നത്? നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ആദ്യത്തെ ആളും ഇവിടുത്തെ രണ്ടാമത്തെ ആളും, അതായത് 3/3. നമുക്ക് ഓൾറെഡി അത് ആദ്യം തന്നെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ആണല്ലോ, കിട്ടുന്നത് ഓർഡർ കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ നമ്മളുടെ ഇതിന് മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. എയും ബിയും 2 മെട്രിസസ് തന്നു. എ ബി മൾട്ടിപ്ലൈ എ ബി ഡിഫൈൻഡ് ആയിരുന്നു, ബി എ ഡിഫൈൻഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ആ 2 മെട്രിസസ് റിസൾട്ടൻറ്റ് മെട്രിക്സ് എ ബി ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു ബി എ. അപ്പോൾ എ ബിയും ബി എയും ഒരിക്കലും ഡിഫൈൻഡ് ആണെങ്കിൽ പോലും അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എ ബി നോട്ട് ഈക്വൽ ടു ബി എ. In the above example, both AB and BA are of different order. So AB not equal to BA. അപ്പോൾ എ ബിയും ബി എയും ഡിഫറെൻറ്റ് ഓർഡറുമാണ് ആൻഡ് ഓൾസോ എലമെൻറ്റ്സ് സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും? എ ബിയും ബി എയും ഈക്വൽ അല്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സി എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ബി അവരെഴുതി വച്ചിട്ടുണ്ട്, ബി എയും
തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, ബി എയും കണ്ടുപിടിക്കാൻ പറ്റി. ഈ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി നോട്ട് ഈക്വൽ ടു ബി എ നമുക്ക് പറയാം. ഈ രണ്ട് മെട്രിക്സ് സെയിം അല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ഫോർ എവറി പെയർ ഓഫ് മെട്രിസസ് എ ആൻഡ് ബി ഫോർ വിച്ച് എ ബി ആൻഡ് ബി എ ആർ ഡിഫൈൻ. അതായത് നമ്മളിപ്പോൾ കണ്ടു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതായത് എ ബി ബി എക്ക് ഈക്വൽ അല്ല എന്ന്. പക്ഷേ ഈ കാര്യം എല്ലാ മെട്രിസസിനും ഈ സാധനം ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു മെട്രിക്സ് ബി തന്നിട്ടുണ്ട്. ഇവിടെ എയും ബിയും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവർ ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ്, നമുക്കൊന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാണ് വരുന്നത്. ആദ്യം നമ്മൾ ദിസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യും. അപ്പോൾ 1 × 3 പ്ലസ് 0 × 0. 1 × 3 is 3, 0 × 0 is 0. അതായത് നമുക്ക് എന്ത് കിട്ടും? 3 + 0. യെസ് 3 കിട്ടി അല്ലേ? ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ എന്ത് വരും? 1 × 0 0, അപ്പോൾ 0 വരും. പിന്നെ 0 × 4 is 0, 0 + 0 0, നമുക്ക് ഈ എലമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി ലെറ്റ് us move to the second row. 0 × 3 is 0, then 2 × 0 is 0, അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഇനി അടുത്തത് ദാറ്റ് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്താ വരിക? 0 × 0 പ്ലസ് 2 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 0 + 8. എന്താ 0 + 8 8 കിട്ടും. അപ്പോൾ എ ബി നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ് തിരിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുക, ബി എ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബി എഴുതണം. 3 0 0 4 ഇൻറ്റു വാട്ട്? മെട്രിക്സ് എ 1 0 0 2. എന്തായിരിക്കും കിട്ടുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 3 × 1 3 പ്ലസ് 0 × 0 0. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? നമുക്ക് 3 കിട്ടും അല്ലേ? 3. ഇനി ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് എലമെൻറ്റ് 3 എന്ന് കിട്ടും. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്തായിരിക്കും വരുന്നത്? 3 × 0 0, ദെൻ 2 × 0 0. അപ്പോൾ നമുക്ക് 0 എന്ന് തന്നെ കിട്ടി അല്ലേ? ഇനി അടുത്തത് റോയും അതായത് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും നമുക്ക് നോക്കാം. 0 × 1 0, 4 × 0 0. അപ്പോൾ ആൻസർ ഇവിടെ എന്ത് വരും? 0 എന്ന് വരും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 × 0 0 പ്ലസ് 4 × 2, അത് 8 ആണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? എ ബിയും ബി എയും ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് മെട്രിക്സ്? 3 0 0 8. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. പക്ഷേ ആ കാര്യം എല്ലാ മെട്രിക്സിനും ട്രൂ ആവണമെന്നില്ല. കാര്യം എന്താ? നമ്മളിവിടെ ഒരു എക്സാമ്പിൾ തന്നെ ചെയ്തു വെച്ചു അല്ലേ? എയും ബിയും രണ്ട് മെട്രിക്സസ് ഉണ്ടായിരുന്നു. എ ബി ഡിഫൈൻഡ് ആണ്, ബി എ ഡിഫൈൻഡ് ആണ്, ആൻഡ് ബോത്ത് ദോസ് ടു മെട്രിക്സസ് ആർ ഈക്വൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം എല്ലാ മെട്രിക്സിനും ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മൾ ഈ എടുത്ത ഈ രണ്ട് മെട്രിക്സിനും ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? എയുടെ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്, നോക്കിക്കേ. ബിയുടെ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? 0 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിന് നമ്മളൊരു പേര് പറയുമായിരുന്നല്ലോ. എന്തായിരുന്നു പേര്? എന്തായിരുന്നു? ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് നമ്മൾ പേര് പറയായിരുന്നു. അതായത് നമ്മൾ എന്താ ഇപ്പോൾ കണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡയഗണൽ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ വിൽ ബി കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ രണ്ട് ഡയഗണൽ മെട്രിക്സ് തന്നാൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ട് ചെയ്യും. അതായത് എന്താണ്? എ ബി ബി എക്ക് ഈക്വൽ ആയിരിക്കും എപ്പോൾ? രണ്ട് ഡയഗണൽ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് സീറോ മെട്രിക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിക്സസ് എന്ന്. അതായത് നമുക്കറിയാം രണ്ട് റിയൽ നമ്പേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 1 എടുക്കുന്നു ആൻഡ് 0 എടുക്കുന്നു. 1 × 0 നമുക്ക് എന്താ കിട്ടുക? 0 എന്ന്. അതായത് നമ്മുടെ നമ്പേഴ്സിൻ്റെ കേസിൽ ജനറലായിട്ട് നമുക്ക് പറയാം
എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്താൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ എ 0 ആയിരിക്കും അല്ലെങ്കിൽ ബി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എ ബി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാര്യം നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഇങ്ങനെയല്ല വരുന്നത്. കാര്യം ഇതാണ്. എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ രണ്ട് മെട്രിക്സസ് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ എ എന്ന് പറയുന്നൊരു മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും. ബോത്ത് ദീസ് മെട്രിക്സസ് ആർ നോൺ സീറോ മെട്രിക്സസ് അല്ലേ? നോൺ സീറോ മെട്രിക്സസ് ആണ്. എല്ലാ എലമെൻറ്റ്സ് 0 ആയാൽ മാത്രമേ നമുക്കതിനെ സീറോ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എയുടെ രണ്ട് എലമെൻറ്റ് 0 അല്ല, ഇവിടെ ബിയുടെ രണ്ട് എലമെൻറ്റ് 0 അല്ല. അതുകൊണ്ട് തന്നെ we can say that these two matrices are non-zero. രണ്ട് നോൺ സീറോ മെട്രിസസ് ആണ്. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. സി എ ബി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 0 ഇൻറ്റു 3 0 ആണ്, പ്ലസ് -1 ഇൻറ്റു 0 0. അപ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റ് A11 0 ആയി പോകും. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, 0 ഇൻറ്റു 5 ഇറ്റ് ഇസ് 0 ആൻഡ് -1 ഇൻറ്റു 0 അഗെയിൻ 0. അപ്പോൾ അടുത്ത എലമെൻറ്റ് 0 ആവും. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 0 ഇൻറ്റു 3 0, ദെൻ 2 ഇൻറ്റു 0 ഈസ് 0. സോ അടുത്ത എലമെൻറ്റും കിട്ടി, അതായത് A21 0 കിട്ടി. ഇനി സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, 0 ഇൻറ്റു 5 0, 2 ഇൻറ്റു 0 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 4 എലമെൻറ്റ്സും 0 ആയിട്ട് കിട്ടി. എപ്പോൾ രണ്ട് നോൺ സീറോ മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ദ റിസൾട്ടൻറ്റ് ഈസ് എ സീറോ മെട്രിക്സ്. അതായത് രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സീറോ മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റില്ല ആ രണ്ട് മെട്രിക്സിൽ ഒരാൾ സീറോ മെട്രിക്സ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ദാറ്റ് വൺ ഓഫ് ദ മെട്രിക്സസ് ഇസ് എ സീറോ മെട്രിക്സ്. നമ്മുടെ നമ്പറിൻ്റെ കേസിൽ എ ബി 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി 0 ആയിരിക്കും. പക്ഷേ രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സീറോ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി 0 ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് ഇസ് എ സീറോ മെട്രിക്സ്, ഇറ്റ് ഇസ് നോട്ട് നെസസറിലി ദാറ്റ് വൺ ഓഫ് ദ മെട്രിക്സസ് ഇസ് എ സീറോ മെട്രിക്സ്. അതാണ് സീറോ മെട്രിക്സ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിക്സസ് എന്ന് തന്നിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. അപ്പോൾ നമ്മൾ അഡീഷൻ്റെ കേസിലും ഒക്കെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതേപോലെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലും എന്തുണ്ട്? പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ നമുക്കറിയാം അല്ലേ? ഇപ്പോൾ അഡീഷൻ്റെ കേസിലാണെങ്കിൽ 3 മെട്രിസസ് എടുക്കുമ്പോൾ A + B + C = A + B + C. അതേപോലെ ഇവിടെയും നമ്മൾ എന്തെടുക്കും? 3 മെട്രിസസ് എടുക്കും, A B C. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം A ഇൻറ്റു ബി കണ്ടുപിടിക്കും. ആ കിട്ടുന്നതിന് C വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ വിച്ച് ഇസ് ഈക്വൽ ടു ബി സി കണ്ടുപിടിച്ചിട്ട് A ഇൻറ്റു ബി സി ചെയ്യുമ്പോഴും കിട്ടുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ് അസോസിയേറ്റീവ്. എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു A ഇൻറ്റു ബി സി. അതേപോലെ സെക്കൻഡ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താണ്? A ഇൻറ്റു ബി + സി എന്ന് പറയുന്നത് ഇതിന് ഓരോത്തിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. എ ബി പ്ലസ് എ സി. A ഇൻറ്റു ബി + സി ഈസ് ഈക്വൽ ടു വാട്ട്? എ ബി പ്ലസ് എ സി. അതേപോലെ അടുത്തത് A + ബി ഇൻറ്റു സി എന്താണ്? എ സി പ്ലസ് ബി സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. നമ്മൾ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി പഠിച്ചല്ലേ? എന്തായിരുന്നു അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി? 0 ആയിരുന്നു, സീറോ മെട്രിക്സ് ആയിരുന്നു. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വിച്ച് മെട്രിക്സ് ഇസ് നോൺ ആസ് ദ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലോ നമുക്ക് നോക്കാം. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് എ there exists an identity matrix of the same order such that IA equal to AI equal to A. അതായത് ഒരു മെട്രിക്സ് നമ്മൾ എടുത്താൽ ആ മെട്രിക്സിൻ്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മെട്രിക്സ് എ തന്നെ കിട്ടുന്നത്. ഏതായിരിക്കും?
ആ മെട്രിക്സിൻ്റെ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അതേ ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. കണ്ടോ, ദർ എക്സിസ്റ്റ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ. അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുക. ലെറ്റ് us look an example. A is equal to 2 1 1 0. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണ്. ഇതിൻ്റെ അതേ ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ഏതാണ്? 1 0 0 1. നമുക്ക് ഇവരെ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഐ അല്ലേ. അപ്പോൾ എ ഐ എന്തായിട്ട് മാറുമെന്ന് നമുക്ക് നോക്കാം. 2 into 1 plus 1 into 0 എന്നാണ് അല്ലേ വരുന്നത്. അപ്പോൾ 2 into 1 is 2 plus 1 into 0 is 0. അപ്പോൾ നമുക്ക് എന്താ വരിക? ഫസ്റ്റ് എലമെൻറ്റ് 2 വരും. ഇനി 2 1 0 1 അല്ലേ, അതല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും? 2 into 0 0 വരും. ദെൻ 1 into 1. അപ്പോൾ 0 plus 1 is what? 1. ഇനി let us move to the second row. Second row into first column. 1 into 1 1 plus 0 into 0 0. 1 plus 0 is what? 1. ഇനി അടുത്തത് second row into second column. അപ്പോൾ 1 into 0 0 ആണ്. 0 into 1 again it is 0. അപ്പോൾ നമുക്ക് എലമെൻറ്റ് എന്ത് കിട്ടും? 2 1 1 0 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. ഇത് എന്ത് തന്നെ ആയിരുന്നു? ദിസ് ഇസ് എ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇതേപോലെ ഐ എ നമ്മൾ കണ്ടുപിടിച്ചാലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? 2 1 1 0 കിട്ടുള്ളൂ. അതായത് എ ഐ ഇസ് ഈക്വൽ ടു ഐ എ ഇസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? എ കിട്ടി. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ്, ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ്, അങ്ങനെ ആ പ്രോപ്പർട്ടി കിട്ടുന്ന ആ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി. ഏത് കേസിൽ? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാൻ ഏതാണ്? ഒരു മെട്രിക്സ് എടുത്താൽ അതേ ഓർഡർ തന്നെയുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് എ there exists an identity matrix of the same order such that IA is equal to AI is equal to A എന്ന്. അങ്ങനെ 3 പ്രോപ്പർട്ടീസ്